ഹായ് ഗൈസ്, നമുക്കിന്ന് ഗ്ലോബൽ വില്ലേജ് പോയാലോ? ആസ് ഓഫ് നൗ നമുക്കിപ്പോൾ ദുബായിൽ ഗ്ലോബൽ വില്ലേജ് ഓപ്പൺ ആയിട്ടുണ്ട്. 6 മന്ത്സ് ആണ് ആക്ച്വലി ഗ്ലോബൽ വില്ലേജ് ഓപ്പൺ ആവുന്നത് ദുബായിൽ. ഒരുപാട് കൺട്രീസിൻ്റെ പവലിയൻസ് ഉണ്ട്. അതായത് അവിടെ അവരുടെ ഡെക്കറേഷൻസ്, അവരുടെ ഫുഡ്, ഡ്രസ്സ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ബേസിക്കലി ഇതൊരു ആസ് എ BTS ആർമി ഞാൻ ദേ കൊറിയ കാണാൻ എന്തായാലും പോകുമെന്ന് ഉറപ്പിച്ച് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. കൊറിയയിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു പവലിയനുള്ളിലേക്ക്. അവിടെ നമുക്ക് BTSൻ്റെ മച്ചസ് ഉണ്ടായിരുന്നു. പക്ഷെ നല്ല പ്രൈസിയാണ്. പ്രൈസ് കണ്ടിട്ട് ഞെട്ടിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, കൊറിയയുടെ ഉള്ളിൽ നമുക്ക് അനിമീസിൻ്റെ ഫിഗേഴ്സും ഉണ്ടായിരുന്നു. അതായത് നമുക്ക് വൺ പീസ്, ഡീമൺ സ്ലെയർ, അറ്റാക്ക് ഓഫ് ടൈറ്റൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. നമുക്കത് ഗിയർ 5 ലൂഫി, സ്ട്രോ ഹാറ്റ്സ് എല്ലാവരും കൂടി എവിടെയോ വഞ്ചി തുഴഞ്ഞൊക്കെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ നമുക്ക് ഗെയിം സെക്ഷൻസ് ആണ്. ഒരുപാട് ഗെയിംസ് ഉണ്ട്. ഈ കിടക്കുന്ന പാവകളെല്ലാം നമുക്ക് ഗെയിംസ് കളിച്ചാൽ കിട്ടുന്ന ഗിഫ്റ്റ്സ് ആണ്. പക്ഷേ ഗെയിംസ് എല്ലാം ഭയങ്കര ട്രിക്കിയാണ്. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വിൻ ചെയ്യാൻ. പക്ഷെ ഒരുപാട് പേര് വിൻ ചെയ്ത് ഒരു ട്രോളി നിറച്ച് ഗിഫ്റ്റ്സ് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് റൈഡ്സ് ഉണ്ട്. നമുക്ക് പല റൈഡ്സിനും പല എമൗണ്ടാണ് വരുന്നത്. പക്ഷെ ഒരുപാട് റൈഡ്സ് ഉണ്ട്. പിന്നെ ഇതുപോലെ പല ഡെക്കറേഷൻസ് നമുക്ക് കാണാൻ പറ്റും. എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇത് ലണ്ടൻ ബ്രിഡ്ജിൻ്റെ ആയിരുന്നു ഡെക്കോർ. അതൊക്കെ അടിപൊളിയാണ്. നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാനായിട്ടൊക്കെ കുറേ സ്പേസ് ഉണ്ട്. നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്ന് കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാം. പക്ഷെ ആസ് ഓഫ് നൗ നമുക്ക് വ്യൂസ് എല്ലാം അടിപൊളിയാണെങ്കിലും കുറച്ച് പ്രൈസിയാണ് ഈ ഒരു എക്സ്പീരിയൻസ്. പിന്നെ ഞങ്ങളും കുറച്ച് ഗെയിംസൊക്കെ കളിച്ച് തോറ്റു പോന്നു. ഒന്നും പ്രൈസ് കിട്ടിയില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ടിക്കറ്റ് പ്രൈസസ് എന്ന് പറയുന്നത് 30 ദിർഹംസും 25 ദിർഹംസൊക്കെയാണ് വരുന്നത്. ഫ്രീ ആയിട്ട് കിട്ടാനൊരു ഓപ്ഷൻ ഉണ്ട്. അറിയേണ്ടവർ ചോദിച്ചാൽ മതി.